പറയണമെന്ന് ആ പെണ്ണായ ഡോക്ടർ എന്നെ വിളിച്ചു പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. എല്ലാ ഡോക്ടർമാരും മോശക്കാരല്ല കേട്ടോ. പടച്ചവനെ ഭയപ്പെടുന്നവരുണ്ട്, സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിക്കുന്നവരുണ്ട്, അതിനുവേണ്ടി ത്യാഗം സഹിക്കുന്നവരുണ്ട്, അതിന് പണ്ഡിതന്മാരെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നവരുണ്ട്. അവര് ഭാഗ്യവാന്മാരാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ധാരാളം പ്രസവിക്കുന്ന ഫാമിലിന് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞില്ലേ? അതുപോലെ ഭർത്താവിനെ ധാരാളം സ്നേഹിക്കുന്ന ഫാമിലിയിൽ നിന്ന് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ സ്നേഹം എല്ലാവർക്കും ഒരുപോലെയല്ല. ചില കുടുംബത്തിൽ പ്രത്യേകതയുണ്ടെന്ന് മനസ്സിലായില്ലേ? എന്നാൽ ഒരാളങ്ങ് സ്നേഹിച്ചാൽ സ്നേഹത്തിന് വേണ്ടി മറ്റെല്ലാം മറക്കുന്ന ഒരു കൂട്ടരാണ് വിതറത്ത് ഗോത്രക്കാര്. ആ വിതറത്ത് ഗോത്രക്കാര സ്നേഹം പോലെ പിടിച്ച് പറിച്ച് മാറ്റാൻ കഴിയാത്ത അനുരാഗം എന്റെ മനസ്സിൽ ഹബീബായ നബിതങ്ങളോട് വന്നിരിക്കേ എന്റെ ശരീരം മെലിഞ്ഞൊട്ടിയതിന്റെ പേരിലോ, എന്റെ മുഖം മഞ്ഞളിച്ചതിന്റെ പേരിലോ, എന്റെ കണ്ണിൽ നിന്ന് വെള്ളം ധാരധാരയായി ഒഴുകുന്നതിന്റെ പേരിലോ നിങ്ങൾ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി ഒരനുബന്ധവും കൂടി ഞാൻ ഹദീസിനോട് ചേർത്ത് പറയട്ടെ. ഇന്നലെ ഞാൻ പറഞ്ഞു, നമ്മുടെ ഈ സിറാജുൽ ഹുദയിൽ പഠിക്കുന്ന ഒരു ചെറിയ കുട്ടി രോഗമായി മരണപ്പെട്ടിട്ട് കാണാൻ പോയി എന്ന് പറഞ്ഞു. ആ കുട്ടിയെയും രക്ഷിതാക്കളെയും അതുപോലെ പടച്ച റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പലരുടെയും ചെറിയ മക്കൾ മരിച്ചുപോയവരുണ്ട്, വെള്ളത്തിൽ വീട് മരിച്ചവരുണ്ട്, അപകടത്തിൽ മരിച്ചവരുണ്ട്, അല്ലാതെ മരണപ്പെട്ടവരുണ്ട്. ആ കുട്ടികളെ എല്ലാം സ്വർഗത്തിൽ മാതാപിതാക്കളെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാ. നബിതങ്ങൾ ഒരു വാക്ക് കേട്ടോ, ഉമ്മമാരെ, മരിക്കുമ്പോൾ ജീവനില്ലാതെ ജനിച്ച ചാടക്കുട്ടിയാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ അതാ എന്തെങ്കിലും വൈകല്യങ്ങളുള്ള കുട്ടിയായിട്ട് ജീവനില്ലാതെ ജനിച്ചാൽ തന്നെ ആ കുട്ടി അതിന്റെ പൊക്കിളോടുകൂടി ജനിക്കുന്ന സമയത്ത് കുട്ടിക്ക് നീണ്ട പൊക്കിൾ കൊടി ഉണ്ടാകൂലേ? ആ പൊക്കിളോടുകൂടി ഉമ്മാനെ പിടിച്ച് സ്വർഗത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങളെ സ്വർഗത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോകുന്ന കുട്ടിയെ വയറ്റിൽ വെച്ച് കൊന്നാൽ നിങ്ങളെപ്പോലെ നഷ്ടപ്പെട്ടവർ വരെ ആരാണുമ്മമാരെ? ഓ സുഹൃത്തുക്കളെ, അപ്പോൾ ചില ഫാമിലികള് ഭർത്താവിനെ സ്നേഹിക്കുന്ന ഫാമിലികളുണ്ടെന്ന് ഹദീസിൽ നമ്മളെ പഠിപ്പിച്ചതുപോലെ ഉദർത്ത് ഗോത്രക്കാരെന്ന് പറയുന്ന സമൂഹം കേളികെട്ടവരാണ്. അവരെ സ്നേഹമെന്ന് പറഞ്ഞാൽ പിടിച്ചു പറിച്ചു മാറ്റാൻ പറ്റാത്ത സ്നേഹമാണ്. ആ നിരക്കെട്ട മനസ്സിന് നീക്കാൻ കഴിയാത്ത അനുരാഗം ഹബീബായ നബിതങ്ങളോടുള്ള എന്റെ കരച്ചില് കണ്ടിട്ടോ, എന്റെ മെലിച്ചില് കണ്ടിട്ടോ നീ സുഹൃത്തെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. നിന്നോട് ഞാൻ പറയുന്നു, വലൗ അൻസഫ്ത ലം തലൂബി, നീയൊരു നിഷ്പക്ഷകനാണെങ്കിൽ എന്റെ ഈ അവസ്ഥ മനസ്സിലാക്കിയ നീ എന്നെ ആക്ഷേപിക്കൂല. അദത്തിക ഹലിയല സിദീബി മുസ്തതീരി അനിൽ സാതി വലാ ദഈബി മുൻഹസിബി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം.
നിങ്ങൾ എന്നോട് ചോദിക്കുകയല്ലേ, എന്റെ അനുരാഗത്തെക്കുറിച്ച് ചോദിക്കുകയല്ലേ? എന്നാൽ എന്റെ അവസ്ഥ നിങ്ങളെയൊക്കെ വിട്ടു പിരിഞ്ഞു, നിങ്ങളെയൊക്കെ വിട്ട് കടന്നു. നിങ്ങൾ അറിഞ്ഞു എന്ന് മാത്രമല്ല, ഈ സ്നേഹിക്കുന്ന ആളുകളെ അകറ്റിക്കളയുന്ന കൂട്ടരാ ഇത്തരക്കാര്, നമീമത്ത് പറയുന്നവര്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ കണ്ടില്ലേ? നമീമത്ത് പറയുന്ന ആളുകൾ ഭാര്യയെ ഭർത്താവിനെ തെറ്റിക്കാൻ ഏഷണി പറയാ, അയൽവാസികളെ തെറ്റിക്കാൻ ഏഷണി പറയാ, സ്നേഹിക്കുന്നവരെ തെറ്റിക്കാൻ, നേതാക്കളെ അനുയായികളെ തെറ്റിക്കാൻ വേണ്ടി ഏഷണി പറഞ്ഞു നടക്കുക. സുബ്ഹാനല്ലാഹ്, അനുയായികളെ നേതാക്കളെ തെറ്റിക്കാൻ വേണ്ടി നമീമത്ത് പറഞ്ഞു നടക്കുക. ലായതുൽ ജന്ന, സ്വർഗ്ഗത്ത് കടക്കൂല. ഏഷണി പറയുന്നു, സ്വർഗ്ഗത്ത് കടക്കൂല. സുബ്ഹാനല്ലാഹ്, നല്ല നിയ്യത്താണെങ്കിൽ ഡയറക്റ്റ് വന്നിട്ട് ചോദിച്ചു പഠിച്ചൂടെ, അല്ലെ മനസ്സിലായിക്കൂടെ? പക്ഷേ നിയ്യത്ത് നല്ലതല്ല. നിയ്യത്തെന്താ? ഇതിനെ പറയാ, എന്റെ അനുയായികളെ നേതാക്കളെ തമ്മിൽ തെറ്റിക്കുക. ആ നമീമത്ത് പറയുന്നവൻ സുബ്ഹാനല്ലാഹ്, സ്വർഗം പഠിച്ചിട്ട് അല്ലാഹു തആല പറഞ്ഞു തകല്ലമി, സംസാരിച്ചോ സ്വർഗമേ. അപ്പൊ സ്വർഗം പറഞ്ഞു സൈദനി സൈദമെന്ന തലനി, എന്നിൽ പ്രവേശിച്ചവൻ വിജയിച്ചു. അല്ലാഹു പറഞ്ഞു, അതേ ജലാലി, ഞാൻ സത്യം ചെയ്തു പറയുന്നു, 5 ആളുകൾ നിന്നിൽ കടക്കൂല. ആ 8 ആളുകളെ കൂട്ടത്തിലൊന്നാണ് അതാ ഖത്താത്ത്, സ്വർഗത്ത് കടക്കൂല. ഖത്താത്ത് എന്ന് പറഞ്ഞാൽ ആരാ? അയ്നഹുവന്നമാമു, ഏഷണി പറയുന്നവൻ, തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി സംസാരിക്കുന്നവൻ, അവൻ സ്വർഗത്ത് കടക്കൂല. സുഹൃത്തുക്കളെ, അങ്ങനത്തെ ഏഷണിക്കാര് രഹസ്യം പറഞ്ഞ പ്രശ്നല്ലേ? അപ്പൊ സ്നേഹിക്കുന്ന രഹസ്യം ഏതായാലും ആരറിഞ്ഞാലും ഏഷണി പറയുന്നവരറിയുന്നതെന്ന് വിചാരിക്കൂലേ? പക്ഷെ ഏഷണി പറയുന്നവരടക്കം അറിയുന്ന വിധത്തിൽ എന്റെ സ്നേഹം മണവട്ടി ഒഴുകിപ്പോയി, എനിക്ക് പിടിച്ചാ കിട്ടാത്ത സ്നേഹമാണ്. അതാണ് ഇമാം ബൂസരി പറയുന്നത്, എന്റെ ഈ ശരീരം മെലിഞ്ഞതും മഞ്ഞൾ ചോക്ക് കണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞും കാര്യമില്ല, ഈ രോഗം മാറൂല. ഇതൊരു നല്ല രോഗമാണ്, ഈ രോഗം നല്ല രോഗമാ, ഈ സ്നേഹരോഗം മാറൂല. എന്റെ ശരീരം മെലിച്ചലും മഞ്ഞളിക്കലും എന്റെ കരച്ചിലൊക്കെ കണ്ടിട്ട് നിങ്ങൾ എന്നെ ഉപദേശിക്കുമ്പോ ഞാൻ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ആത്മാർത്ഥതയില്ലാതെ പറയാനുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. മഹത്തനിന്നുസഹ, നിങ്ങളെ ഈ സ്നേഹത്തിന്റെ പേരിൽ എന്നോട് നടത്തുന്ന ഉപദേശമൊക്കെ നിങ്ങൾ നല്ല ആത്മാർത്ഥമായി പറയുന്നതായിരിക്കും. പക്ഷെ എന്റെ കാര്യം ഞാൻ പറയാം, അതൊന്നും ഞാൻ ചെവിക്കൊള്ളൂല കേട്ടോ, നിങ്ങൾ ആ ഉപദേശമൊന്നും ഞാൻ ചെവിക്കൊള്ളൂല കേട്ടോ. ഇന്നൽ എന്തുകൊണ്ട് ശരിക്കൊരു സ്നേഹം ഒരാളെ മനസ്സിൽ വന്ന് സ്നേഹം അങ്ങ് കുടികൊണ്ട് കഴിഞ്ഞാൽ ആക്ഷേപിക്കുന്നവരാക്ഷേപം ഒന്നും അവരുടെ കാത് കടക്കൂല. ഒരാളെ ശരിക്കങ്ങ് സ്നേഹിച്ചാൽ ആ സ്നേഹം നിന്നെ ബധിരനാക്കും, നിന്റെ അന്ധനാക്കും, നിന്നെ അതാ കാത് കേൾക്കാത്തവനാക്കും. ആ സ്നേഹത്തിനെതിരെ പിന്നാരെന്ത് പറഞ്ഞാലും മനസ്സിലങ്ങ് കടക്കൂല. നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ടായിരിക്കും എന്റെ ശരീരം മെലിച്ചലും മറ്റുമൊക്കെ എന്റെ പറയുന്നത്, പക്ഷേ അത് ഞാൻ സ്വീകരിക്കലുണ്ടാകൂല. അതുകൊണ്ട് പറയട്ടെ, നിങ്ങളെ ഉപദേശമുണ്ടല്ലോ, അതിനേക്കാളൊക്കെ ഒരിക്കലും തെറ്റായിട്ട് ധരിക്കാൻ പാടില്ലാത്ത ഒരു ഉപദേശകനുണ്ട്. ആ ഉപദേശകൻ ആരാ? ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ വകുപ്പില്ലാത്തൊരു ഉപദേശകനുണ്ട്. ആ ഉപദേശകനാണിത്. എന്റെ നര, എന്റെ നരച്ച നര. ആ നര അതിനൊരിക്കലും തെറ്റിദ്ധരിക്കേണ്ടതില്ലല്ലോ. ആ നരയുടെ ഉപദേശം വലിയ ബൃഹത്തായ ഉപദേശമാണ്. ആ നരയുടെ ഉപദേശം വലിയ ബൃഹത്തായ ഉപദേശമാണ്. കാരണം ഇതാ കാലം കഴിഞ്ഞുപോയി കേട്ടോ. ആ കളറൊക്കെ മാറിപ്പോയി കേട്ടോ. നിനക്കറിയില്ലേ, ആ വാഴക്കൃഷി നടത്തുന്ന ആ തോട്ടത്തിൽ നീ ഒന്ന് ചെന്നു നോക്കൂ. ആ പച്ച വാഴക്കുലയുടെ മേലെയുള്ള പച്ചക്കുലയിലെ പച്ചക്കായ, അതിന്റെ കളറ് മാറിയപ്പോ അതിന്റെ തോല്, കായയുടെ
ആ വാഴയുടെ മേലെയുള്ള വാഴക്കയുടെ കളറ് മഞ്ഞ കളറായപ്പോ പിന്നെ കൂടുതൽ കാലമൊന്നും ആ വാഴയുടെ തലയിൽ ആ കൊല നിന്നിട്ടില്ലല്ലോ. അത് വേഗം തന്നെ കൊത്തിപ്പോയില്ലേ, അത് വേഗം തന്നെ കൊണ്ടുപോയില്ലേ. ഇതുപോലെ നേരത്തെ ഈ താടിയിലെ രോമമൊക്കെ കറുത്തതായിരുന്നില്ലേ, തലയിലെ രോമമൊക്കെ കറുത്തതായിരുന്നില്ലേ, കളറ് മാറിയില്ലേ? കളറ് മാറിയ സ്ഥിതിക്ക് ഇനി കൂടുതൽ കാലമൊന്നും ഇവിടെ നിൽക്കാൻ വകുപ്പില്ലെന്ന് തെളിഞ്ഞില്ലേ? ഇതല്ലേ നരയുടെ ഉപദേശം. ആ ഉപദേശം എത്ര ആത്മാർത്ഥമാണ്, എത്ര അർത്ഥവത്താണ്, എത്ര ബൃഹത്താണ്. ആ ഉപദേശം തന്നെ ചെവിക്കൊള്ളാത്തവനാണ് ഞാൻ. അതേ, ആ ഉപദേശം ഉപദേശിച്ചപ്പോ ഞാൻ നരയെ തെറ്റിദ്ധരിച്ചവനാണ് ഞാൻ. അങ്ങനെ ആത്മാർത്ഥമായി ഒരു തെറ്റിദ്ധാരണക്കും അവകാശമില്ലാത്ത ഉപദേശം നൽകുന്ന നരയെ തന്നെ തെറ്റിദ്ധരിക്കുന്ന ഞാൻ. എന്നെ എന്റെ യുവത്വത്തിന്റെ പ്രസരിപ്പിൽ ഞാൻ ചെയ്തു കൂട്ടുന്ന പ്രവർത്തനങ്ങളുണ്ടല്ലോ, എന്റെ യുവത്വത്തിന്റെ പ്രസരിപ്പിൽ ഞാൻ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ നിർത്താനായടോ, അതൊക്കെ നിർത്താനായടോ. നിന്റെ കളറ് മാറിയില്ലേ, നര ബാധിച്ചു തുടങ്ങിയില്ലേ എന്നിങ്ങനെ ആ നര എന്നെ ആക്ഷേപിക്കുമ്പോ ആ നരയുടെ ആക്ഷേപത്തെ ഞാൻ എന്റെ തടിച്ചയിലങ്ങിലയിക്കുമ്പോ അത് ഉപദേശം സ്വീകരിക്കാതെ തീരെ തെറ്റിദ്ധരിക്കാൻ അവകാശമില്ലാത്ത നരയെ തെറ്റിദ്ധരിക്കുന്ന സ്വഭാവക്കാരനായ ഞാൻ സ്നേഹിക്കേണ്ടതിനെയാ സ്നേഹിച്ചത്, അതിലാണ് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സ്നേഹത്തെക്കുറിച്ച് നീ വന്ന് ആക്ഷേപിച്ചാലുണ്ടോ ചെവിക്കൊള്ളാൻ പോകുന്നു. നീ ആക്ഷേപിക്കുന്നതിനർത്ഥമില്ല. സുഹൃത്തുക്കളെ, നരയെക്കുറിച്ച് പറയാനില്ലേ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായപ്പോ അതാ ഒരു ഗ്രാമീണനായ ഒരു പാവപ്പെട്ട അറാബിയെ വിളിച്ചു പറഞ്ഞു, നീ രാവിലെ എന്റെ വീട്ടിന്റെ പിൻഭാഗത്ത് വന്ന് ഒന്നുറക്കെ വിളിച്ചു പറയണേ സുഹൃത്തേ. അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഭരണം നടത്തുന്ന സമയത്ത് അനീതി വന്നു പോകരുതെന്ന് വലിയ നിർബന്ധമുള്ള സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. സുഹൃത്തുക്കളെ, ഇപ്പൊ നീതിയുണ്ടോ? ഭരണാധികാരികൾക്ക് നീതിയുണ്ടോ? ഭരണമെന്ന് പറഞ്ഞാൽ വെറും രാജ്യത്തിന്റെ ഭരണം മാത്രമാണോ? ഏത് രംഗത്ത് ഭരണമുണ്ടായാൽ വീട്ടിന്റെ ഭരണം നടത്തുമ്പോൾ ഭാര്യമാരോട് നീതി വേണം, അതേ മക്കളോട് നീതി വേണം, കുടുംബത്തോട് നീതി വേണം, അതേ സംഘടനയുടെ നേതൃത്വത്തിൽ വരുമ്പോ അനുയായികളോട് നീതി വേണം, പ്രവർത്തകനാകുമ്പോ എല്ലാവരോടും നീതി വേണം. നീതി അത് ഏറ്റവും വലിയ സംഗതിയാണ്. ആരോടും നീതി വേണം, എവിടെയും നീതി വേണം. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ, ഞാനല്ലല്ലോ ഭരണാധികാരി, ശരിയായ ഭരണാധികാരി അല്ലാഹുവല്ലേ, അവന്റെ മുമ്പിൽ എന്നെ ഒന്ന് ഹാജരാക്കൂലേ, ചോദ്യം ചെയ്യൂലേ? ഈ ഭയത്തോടുകൂടെ ഭരണം നടത്തുന്ന സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ഒരു ഗ്രാമീണനായ സാധാരണക്കാരനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. രാവിലെ എന്റെ വീട്ടിന്റെ പിൻഭാഗത്ത് വന്നിട്ട് നീ ഇങ്ങനെ വിളിച്ചു പറയണേ, യാ ഉമർ ലാ തൻസ മൗതക, ഉമറേ നീ മരണം മറക്കരുതേ. വഅമൽ ഫിദ്ദുനിയാ, ദുനിയാവിൽ നീ പ്രവർത്തിക്കണം. ബിഖദ്രി മഖാമിക ഫീഹാ, ഈ ദുനിയാവിൽ നീ നിൽക്കുന്ന കാലം എത്രയാ, ആ നിൽക്കുന്ന കാലം എത്രയാണോ അത് കണക്കാക്കി ഇവിടെ പ്രവർത്തിച്ചോളണം. ആഖിറത്തിൽ നിൽക്കേണ്ട കാലം എത്രയാ, അതിനെ കണക്കാക്കി ആഖിറത്തിലും പ്രവർത്തിച്ചോളണം എന്ന് സൂചിപ്പിക്കുന്ന വാക്ക് ദിനേന എന്റെ വീട്ടിന്റെ പിൻഭാഗത്ത് വന്നിട്ട് വിളിച്ചു പറയണമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഏൽപ്പിച്ചു. അങ്ങനെ അദ്ദേഹം ഏൽപ്പിച്ചതനുസരിച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. സുബ്ഹാനല്ലാഹ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ താടിരോമത്തിൽ വെളുപ്പ് വന്നു, താടിരോമത്തിൽ വെള്ളക്കളർ വന്നു.
അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അഅറാബിയെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, തുറുക്കുന്നിദാ, അഅറാബി, ഇനി നിങ്ങൾ വിളിച്ചു പറയണ്ട, ഇനി എന്റെ വീട്ടിന്റെ പിന്നിന്ന് വിളിച്ചു പറയണ്ട. ലിഅന്ന മുഖ്ബിരീ വമുദക്കിരീ, എന്നോട് ഇനി ആരും വിളിച്ചു പറയേണ്ടതില്ല. എന്നെ ഓർമ്മിപ്പിക്കുന്നത്, ഉത്ബോധിപ്പിക്കുന്ന വസ്തു, എന്നോട് പറയുന്ന വസ്തു ഹസല ഫീ നസ്ബി ഐനി, എന്റെ കണ്ണിന്റെ മുമ്പിൽ തന്നെയുണ്ട്. ഫലം യബ്ഖലി ലിദാലിക ഹാജ, ഇനി നിന്റെ വിളിച്ചു പറയാൻ ആവശ്യമില്ല. എന്റെ കൺമുമ്പിൽ എന്റെ താടി നരച്ചില്ലേ, ഇനി വേറെ ഒരു വിളിച്ചു പറയൽ എന്തിനാ? ഏറ്റവും വലിയ നദീറാണ്, ഏറ്റവും വലിയ ഉപദേശകനാണ് മനുഷ്യന്റെ നര. ആ നര വന്നാൽ പിന്നെ മനുഷ്യൻ ചിന്തിക്കണ്ടേ? സുഹൃത്തുക്കളെ, എന്തിനാ സംഘടനാ പ്രവർത്തനം, എന്തിനാ സ്ഥാപനങ്ങളെ പ്രവർത്തനം, എന്തിനാ പ്രസംഗം, എന്തിനാ ഖണ്ഡനം, എന്തിനാണ് മറുപടി, എന്തിനാണ് കാര്യങ്ങൾ? ഒക്കെയും ആഖിറത്തിന് വേണ്ടിയല്ലേ? ഇവിടെ സ്ഥാനം കിട്ടാനാണോ? കയ്യടി വാങ്ങാനാണോ? ഇവിടെ തെക്കുബീർ കിട്ടാനാണോ? ഇവിടെ ജനങ്ങൾ അതാ ബഹുമാനിച്ച് ആദരിച്ച് പത്രത്തിൽ ഫോട്ടോ വരാനാണോ? അല്ല ചാനലിൽ പ്രത്യക്ഷപ്പെടാനാണോ? ജനങ്ങളൊക്കെ നേതാവാക്കി അനയിക്കാനാണോ? എന്തിനാണ് ഇവിടെ പ്രവർത്തനങ്ങള്? എന്തിനാണ് ഇവിടെ പ്രസംഗങ്ങള്? എന്തിനാണ് ഇവിടെയുള്ള ചിന്തകള്? എന്തിനാണ് നമ്മുടെ അധ്വാനങ്ങള്? എന്തിനാ നമ്മളെ പണങ്ങൾ ചെലവഴിക്കുന്നത്? എന്തിനാ സിറാജുലുദ ഉണ്ടാക്കിയത്? എന്തിനാ നമ്മുടെ മദ്രസകൾ, പള്ളികള്? എന്തിനാ SYS, എന്തിനാ SSF? മോനെ, സ്ഥാനമാനത്തിനല്ല കേട്ടോ. ആരിവിടെ എന്ത് പറഞ്ഞാലെന്താ? ആരെന്ത് ചീത്ത വിളിച്ചാലെന്താ? ആരെന്ത് ശനി പറഞ്ഞാലെന്താ? ആരെന്ത് കുറ്റം പറഞ്ഞാലെന്താ? അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി, അല്ലാഹു വറസൂലുഹു അഹഖു അൻ യുർദൂഹു, അള്ളാഹുവിന്റെ പൊരുത്തം ലഭിക്കണം, അള്ളാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം ലഭിക്കണം. അതിനല്ലേ പ്രവർത്തനം, അതിനല്ലേ സംഘടന, അതിനല്ലേ സ്ഥാപനം, അതിനല്ലേ നമ്മുടെ മുന്നേറ്റം. വേറെ കാര്യങ്ങളൊന്നും കൽവിൽ കടത്തിയിട്ട് പ്രവർത്തിച്ചിട്ട് കാര്യമില്ല കേട്ടോ. അങ്ങനെ അങ്ങ് വരുമ്പോ അതേ ആരെന്താ ക്ഷേപിച്ചാലെന്താ? ഫയകൂനു മദ്ഹുഹും വസദമ്മുഹും സവാ ലം യഖ്ശ ലൗമത ലൈബിൻ ഫീനില്ലാ. ആക്ഷേപിക്കുന്നവരൊക്കെയും അതാ ഒരു വിലയുമില്ല. ആരെത്ര പുകഴ്ത്തിയെന്ന് പറഞ്ഞാലും, സ്വാഗത പ്രസംഗകൻ എത്രയങ്ങ് പുകഴ്ത്തി പൊക്കി പറഞ്ഞാലും, ആരെത്ര തന്നെ അങ്ങ് ബഹുമാനിച്ചാലും അതിനൊരു വിലയുമില്ല. ആരെത്ര തന്നെ അങ്ങ് നിസ്സാരപ്പെടുത്തിയാലും അതിനൊരു പുല്ലും വിലയില്ല. കൊടുക്കുന്ന രാജാവ് ഒന്നേ ഉള്ളൂ, തടയുന്ന രാജാവ് ഒന്നേ ഉള്ളൂ. താഴിയും തലയുമൊക്കെ നരച്ചില്ലേ? എനിക്ക് കാലം കുറെ ഇവിടെ കൂടാറുണ്ടോ? ബാക്കിയുള്ള കാലങ്ങൾ എങ്ങനെയെങ്കിലും പോകുന്ന നാട്ടിലേക്ക് കഴിവിന്റെ പരമാവധി കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്നവരല്ലേ ഭാഗ്യമുള്ളവർ. ആ ചിന്ത മനസ്സിലിങ്ങ് വരുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ? എന്തിനാണ്? അതുകൊണ്ട് തന്നെ അതാണ് അല്ലാഹു ബിക റജുലൻ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫിഹാ. നീ സ്വന്തത്തിൽ സ്വർഗത്തിൽ കടന്നാൽ പോരാ, നീ മുഖേന മറ്റുള്ളവരും കടക്കാൻ കഴിയണം. അതിനാ സുഹൃത്തെ മദ്രസകള്, അതിനാ സിറാജുൽ ഹുദ, അതിനാ മർക്കസ്, അതിനാ സഅദിയ, അതിനാ മഖർ, അതിനാ മഅദിൻ, അതിനാണ് നമ്മുടെ മജ്മഅകൾ, മമ്പകൾ, നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ. അതെല്ലാം മറ്റുള്ളവർക്ക് കൂടി വെളിച്ചം പകരാനാണ്. ആ വെളിച്ചം പകർന്നുകൊണ്ട് ഈമാനും തഖ്വയുമുള്ള ഒരു സമൂഹം വേണം. അത്തരം
ഒരു സമൂഹത്തിന് വേണ്ടി അധ്വാനിച്ചാൽ അമേരിക്കയുടെ ഭരണം കിട്ടുന്നതിനേക്കാൾ, ലോകത്തിന്റെ മുഴുവൻ രാജാവാകുന്നതിനേക്കാൾ, ലോകം മുഴുക്കെയുള്ള സമ്പത്തുകൾ ലഭിക്കുന്നതിനേക്കാൾ നിന്റെ വാക്കുകൊണ്ടോ നിന്റെ പ്രവർത്തനം കൊണ്ടോ ഒരാൾക്ക് ഈമാൻ കിട്ടിയാൽ, ഹിദായത്ത് കിട്ടിയാൽ, തഖ്വ കിട്ടിയാൽ അത് നിനക്ക് ഖൈറാണ് കേട്ടോ. പണമുള്ള ധനികന്മാരെ, പണം ചെലവഴിച്ചത് വാങ്ങാൻ നോക്കൂ, ഹിദായത്തിന് വേണ്ടി പണം ചെലവഴിക്കൂ. ആരോഗ്യമുള്ള ചെറുപ്പക്കാരെ, ആരോഗ്യം റബ്ബിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കൂ. ഇൽമുള്ള പണ്ഡിതന്മാരെ, ഇൽമു ആഖിറത്തിന് വേണ്ടി, കാര്യലാഭത്തിനല്ല, സ്ഥാനമാനത്തിനല്ല, അതേ ഫ്ലക്സിന്റെ മേലെ ചിത്രം കാണാനല്ല, മറിച്ച് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഇൽമു വിതരണം ചെയ്യാൻ നോക്കൂ. ആഖിറത്തിന് വേണ്ടി അധ്വാനിക്കൂ.